തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോം ടെലിവിഷനും ചേർന്ന് സംയുക്തമായി നടത്തുന്ന യുക്യാറ്റ് പഠന ശിബിരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ഇടയൻ അഭിവന്യമാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പല ചോദ്യങ്ങളിലൂടെ പിതാവുമായി സംവദിക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് കാസർഗോഡ് ഫൊറോനയിലെ യുവജനങ്ങളാണ്. നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചോദ്യോത്തര വേളയിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത്? സായ ചോദ്യം ചോദിച്ചോളൂ. എൻ്റെ പേര് സായ. ഞാൻ കാസർഗോഡ് ഫൊറോനയിലെ മുള്ളേരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ചോദ്യം: പിതാവേ, സഭയുടെ ലക്ഷണങ്ങളിൽ സഭ പരിശുദ്ധമാണെന്ന് നാം പഠിക്കുന്നുണ്ടല്ലോ. സഭയിലെ അംഗങ്ങളായ നാം പാപം ചെയ്ത് മലിനമായാൽ അത് സഭയുടെ വിശുദ്ധിയെ ബാധിക്കുമോ എന്ന് വ്യക്തമാക്കാമോ? യെസ്, സായയുടെ ചോദ്യം സഭയുടെ പരിശുദ്ധിയെക്കുറിച്ചാണ് അല്ലേ? സഭ വിശുദ്ധമാണ് എന്നൊരു ലക്ഷണം സഭയ്ക്കുണ്ട്. സഭയ്ക്ക് എത്ര ലക്ഷണങ്ങളുണ്ട് സായ? നാലെണ്ണം പറയാൻ പറ്റുമോ? സഭ ഏകമാണ്, സഭ ശ്ലൈഹികമാണ്, സഭ സാർവത്രികമാണ്, സഭ പരിശുദ്ധമാണ്. വെരി ഗുഡ്. സായ എന്നാ പഠിക്കുന്നത് ഇപ്പം? ഞാൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞു. നന്നായി വേദോടൊക്കെ പഠിച്ചിട്ടുണ്ട് സായ അല്ലേ? അതുകൊണ്ട് സായയുടെ ചോദ്യം നല്ല ചോദ്യമാണ്. നമ്മൾ വ്യക്തിപരമായി സഭയിലെ അംഗങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ സഭയുടെ പരിശുദ്ധിയെ ബാധിക്കുമോ എന്നാണ് സായയുടെ ചോദ്യം അല്ലേ? സഭ എന്ന സത്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റൂ. സഭ എന്ന് പറയുന്നത് അതിൻ്റെ ദൃശ്യതലത്തിൽ നമ്മൾ മനുഷ്യരെല്ലാവരോട് ചേരുന്ന കൂട്ടായ്മ. അതേസമയം സഭയുടെ അദൃശ്യതലത്തിൽ അത് പരിശുദ്ധ ത്രിത്വം വസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരമാണ് തിരുസഭ എന്ന് പറയും. അതുകൊണ്ട് തന്നെ തീർച്ചയായും വ്യക്തിപരമായ പാപങ്ങൾ സഭയുടെ പരിശുദ്ധിക്ക് ഭംഗം വരുത്തുവോ എന്ന് ചോദിച്ചാൽ, സഭയുടെ ആന്തരികമായ പരിശുദ്ധി വ്യക്തികളുടെ പുണ്യവും പാപവും അടിസ്ഥാനമാക്കി അല്ല നിർണയിക്കപ്പെടുക. സഭയുടെ ആന്തരികമായ പരിശുദ്ധി എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ പരിശുദ്ധിയാണ്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വിശുദ്ധിയാണ്. അത് മാറ്റമില്ലാത്തതാണ് എന്ന് നമുക്കറിയാം അല്ലേ? അതൊരിക്കലും മാറിയാൽ. അതുകൊണ്ട് തന്നെ സഭയുടെ സത്താപരമായ പരിശുദ്ധി, അതിൻ്റെ ആന്തരികമായ പരിശുദ്ധി അഭംഗുരം എപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ സഭയുടെ ദൃശ്യതലത്തിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും, അത് അൽമായരാകട്ടെ, സന്യസ്തരാകട്ടെ, വൈദികരാകട്ടെ, മെത്രാന്മാരാകട്ടെ, ആരും ചെയ്യുന്ന പാപങ്ങൾ സഭയെ പൊതുസമൂഹത്തിൽ അതിൻ്റെ പരിശുദ്ധിക്ക് ഭംഗം വരുത്തും. അതൊരു സത്യമാണ്. കാരണം സഭ സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവളാണ്. എന്താണ് സഭയ്ക്ക് നൽകാനുള്ള സാക്ഷ്യം? ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ഈ ഭൂമിയിൽ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് സഭയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ പരിശുദ്ധിക്കാണ് നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ ഭംഗം വരുത്തുന്നത് അല്ലേ? സഭ സത്യസന്ധമായി സുവിശേഷം പറയേണ്ട ഉത്തരവാദിത്വമുള്ളവളാണ്. ആ സഭയിലെ ഏതെങ്കിലും വ്യക്തികൾ നുണ പറഞ്ഞു തുടങ്ങിയാൽ അത് സുവിശേഷത്തിന് വിരുദ്ധമായ സാക്ഷ്യമാണ് അല്ലേ? സഭയിലെ ഏതെങ്കിലും വ്യക്തികൾ അശുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിൽ അത് സുവിശേഷത്തിന് വിരുദ്ധമായ സാക്ഷ്യം സഭയിൽ നൽകുന്നുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ സഭയുടെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്നു അഥവാ പിന്തിരിപ്പിക്കുന്നു. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ തിരുസഭയുടെ പരിശുദ്ധിയെ ഈ ലോകത്തിന് മുമ്പിൽ അപഹാസ്യമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് സത്യം. സഭയുടെ ആന്തരിക പരിശുദ്ധി അത് അഭംഗുരം ദൈവം പരിരക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ സഭയെ ഈ ലോകത്തിന് മുമ്പിൽ സാക്ഷ്യത്തിൻ്റെ വഴികളിൽ
അപഹാസ്യമാക്കുന്നു എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയും. സായ എന്നാ ചിന്തിക്കുന്നത്? ഇങ്ങനെയാണോ സഭയുടെ പരിശുദ്ധിയെ മനസ്സിലാക്കേണ്ടത്? അതെ, ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. താങ്ക് യു സായ. അടുത്ത ചോദ്യം ആരാണ്? ശ്രേയ ചോദിക്കും. എൻ്റെ പേര് ശ്രേയ. ഞാൻ കാസർഗോഡ് ഫൊറോനിലെ ബദിയടുക്ക ഇടവകയിൽ നിന്നാണ് വരുന്നത്. പിതാവ്, എനിക്ക് ചെറിയൊരു സംശയമാണ് ചോദിക്കാനുള്ളത്. ക്രൈസ്തവരെല്ലാവരും കത്തോലിക്ക സഭയുടെ അംഗങ്ങളാണോ? യെസ്, ശ്രേയ ചെറിയ ചോദ്യമാണെന്ന് പറഞ്ഞ് ചോദിച്ചത് വളരെ വലിയ ചോദ്യമായിപ്പോയി. ശ്രേയ, ക്രൈസ്തവരെല്ലാവരും കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണോ എന്ന് ചോദിച്ചാൽ, ഒരാളെ കത്തോലിക്ക വിശ്വാസി എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒന്ന്, ഈശോ മിശിഹായുടെ സുവിശേഷത്തിൽ വിശ്വസിക്കും. ആ അർത്ഥത്തിൽ എല്ലാ ക്രൈസ്തവരും, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും കത്തോലിക്ക സഭയുമായി ബന്ധമുണ്ട്. രണ്ടാമതായി, കത്തോലിക്ക സഭ കൗദാശിക സഭയാണ്. 7 കൂദാശകളുണ്ട്. ഈ കൂദാശകളെ അംഗീകരിക്കുന്നവർക്ക് ഈ സഭയിൽ അംഗത്വം ലഭിക്കൂ, അല്ലേ? മാമോദീസ മുതലുള്ള 7 കൂദാശകൾ അംഗീകരിക്കപ്പെടും. വീണ്ടും പരിശുദ്ധ കത്തോലിക്ക സഭ പത്രോസിൻ്റെ പ്രാഥമിക സ്ഥാനത്തെ അംഗീകരിക്കുന്നു. ശ്ലീഹന്മാർ 12 പേരുണ്ട് എങ്കിലും ആ 12 പേരിൽ ഒന്നാമൻ ശമയോൻ പത്രോസാണ് എന്നും ആ പത്രോസിൻ്റെ സിംഹാസനം പരിശുദ്ധ റോമാ സിംഹാസനമാണ് എന്നും ആ റോമാ സിംഹാസനത്തിൽ പത്രോസിൻ്റെ സ്ഥാനത്ത് പിൻഗാമിയായിരിക്കുന്ന പരിശുദ്ധ റോമാ മാർപ്പാപ്പായെ അംഗീകരിക്കുന്നവർ മാത്രമേ കത്തോലിക്ക വിശ്വാസികളാകൂ. എല്ലാ ക്രൈസ്തവരും കത്തോലിക്കരാകണം എന്ന് ശ്രേയ ആഗ്രഹിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് വളരെ ഭാവാത്മകമായ ആഗ്രഹമാണ്. ആ ഒരു നാളുകൾ ദൈവം വേഗത്തിൽ സംജാതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ശ്രേയ, ഏതാണേലും ഇപ്പോൾ ക്രൈസ്തവരായ എല്ലാവരും കത്തോലിക്കരല്ല എന്നുള്ളതാണ് സത്യം. താങ്ക് യു പിതാവേ. ശ്രേയയുടെ ചോദ്യത്തിന് ഉത്തരം വ്യക്തമാണോ? വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? വിനൂപ് ചോദിക്കും. എൻ്റെ പേര് ബിനൂപ്. ഞാൻ കാസർഗോഡ് ഫൊറോനയിലെ മുള്ളേരി ഇടവകയിൽ നിന്നും വരുന്നു. പിതാവെ, സിറോ മലബാർ സഭ കൽദായ ആരാധനാക്രമ പാരമ്പര്യമാണല്ലോ പിന്തുടരുന്നത്. ഈ കൽദായം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ പലർക്കും അറിയില്ല. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? യെസ്, എന്നാ പേര് പറഞ്ഞ്? ബിനൂപ്. വിനൂബ്. ഓക്കെ. വിനൂബ് ചോദിച്ചത് കൽദായ ആരാധനാക്രമമാണോ സിറോ മലബാർ സഭയുടെ ആരാധനാക്രമം, ഇതാണ് അല്ലേ? നമുക്കറിയാവുന്നതുപോലെ സിറോ മലബാർ സഭ ശ്ലൈഹിക പാരമ്പര്യമുള്ളൊരു സഭയാണ്. അതായത് ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായ മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്ന് സ്ഥാപിച്ച ഒരു സഭാ കൂട്ടായ്മയാണ് ഏത്? സിറോ മലബാർ സഭ. അതുകൊണ്ട് തന്നെ മറ്റ് യാതൊന്നുമായിട്ട് ബന്ധമില്ലാതെ സിറോ മലബാർ സഭയ്ക്ക് ശ്ലൈഹിക പാരമ്പര്യം അവകാശപ്പെടാം. എന്നാൽ തോമാസ് ലീഹ ഈ ഭാരതത്തിൽ വന്ന് കേരളത്തിൽ ഈ സഭാ കൂട്ടായ്മ, മാർത്തോമാ നസ്രാണികൾ എന്ന ഈ കൂട്ടായ്മ സ്ഥാപിക്കുന്നതിന് മുൻപ് അദ്ദേഹം കൽദായ നാട്ടിൽ, പേർഷ്യ പ്രദേശത്ത്, സെലൂഷ്യ, സ്റ്റെസിഫോൺ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച് അവിടെയും ഒരു സഭ സ്ഥാപിച്ചു. അതായത് ഈ 2 സഭകളും ഒരേ ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകളാണ്. ഈ പേർഷ്യൻ പ്രദേശത്തെ സഭയാണ് എന്തെന്ന് വിളിക്കുക? കൽദായ സഭ എന്ന് വിളിക്കുക. കൽദായർ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ മനുഷ്യരെ വിളിക്കും. നമ്മൾ മലയാളികൾ എന്ന് പറയുന്ന പോലെ ആ പ്രദേശത്തെ മനുഷ്യരെ ഒരു കാലഘട്ടത്തിൽ വിളിച്ചിരുന്നൊരു പേരാണത്. അതുകൊണ്ട് ആ പ്രദേശത്തെ സഭ കൽദായ സഭയും ഇവിടുത്തെ സഭ മാർത്തോമ നസ്രാണികളുടെ സഭയുമായി കരുതപ്പെട്ടു. ഒരേ ശ്ലൈഹിക പാരമ്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഈ സഭകൾ തമ്മിൽ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യം ഒന്നാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. പാരമ്പര്യം ഒന്നാകാൻ കാരണം നമ്മുടെ ശ്ലൈഹിക പാരമ്പര്യം ഒന്നായതുകൊണ്ട്.
ഒരേ അപ്പസ്തോലനാൽ സ്ഥാപിക്കപ്പെട്ട സഭാ സമൂഹം എന്ന നിലയിലാണ്. എന്നാൽ പേർഷ്യൻ നാടുകളിലെ സാംസ്കാരിക കാര്യങ്ങളും ഇന്ത്യയിലെ സാംസ്കാരിക നിലപാടുകളും തമ്മിൽ ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ ഇവിടുത്തെ ക്രൈസ്തവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി സ്വീകരിച്ചു. സിറോ മലബാർ ക്രിസ്ത്യാനികൾ അനുഷ്ഠിക്കുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൽദായ നാട്ടിലെ വിശ്വാസികൾ ഒരേ പാരമ്പര്യത്തിൽ, ശ്ലൈഹിക പാരമ്പര്യത്തിലുള്ള സഭയാണെങ്കിലും അനുഷ്ഠിക്കണമെന്നില്ല. അവർ ചെയ്യുന്നതെല്ലാം നമ്മളും അനുഷ്ഠിക്കണമെന്നില്ല. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആരാധനാക്രമം അത് മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക പാരമ്പര്യം വഴി നമുക്ക് കിട്ടിയ ആരാധനാക്രമമാണ് അദ്ദായി മാറിയ അനാഫുറ എന്ന് പറയുന്നത്. അത് ഈ രണ്ട് സഭകളും പൊതുവായി ഉപയോഗിച്ചിരുന്നു. ആ അർത്ഥത്തിലാണ് ആരാധനാക്രമ തലത്തിൽ നമുക്ക് വളരെയേറെ സാമ്യങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. കൽദായർ എന്ന് പറഞ്ഞ് പരസ്പരം ആക്ഷേപിക്കുന്നതിൽ അർത്ഥമൊന്നും. കാരണം നമ്മൾ ആത്യന്തികമായി കൽദായരാണോ എന്ന് ചോദിച്ചാൽ അല്ല, നമ്മൾ ഭാരതീയരാണ്. എന്നാൽ ഈ ഒരു ശ്ലൈഹിക പാരമ്പര്യവും അതുപോലെ തന്നെ ഒരേ ആരാധനാക്രമം അനുഷ്ഠിച്ചിരുന്നവരും എന്ന അർത്ഥത്തിൽ ഈ ഒരു പാരമ്പര്യത്തെ നമ്മൾ ആദരവോടെ നോക്കിക്കാണും. ആ അർത്ഥത്തിലാണ് മനസ്സിലാക്കുക. എന്ത് ഉദ്ദേശത്തിലാണ് വിനൂപ് ആ ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിനൂപ് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊരു ഇൻഫോർമേഷന് വേണ്ടിയാണോ അതോ മറ്റെന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ വിനൂപ്? അല്ല, കൽദായം എന്നും പറഞ്ഞ് സഭയ്ക്കകത്ത് തന്നെ വേർതിരിവ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. യെസ് വിനൂപെ, അത് അങ്ങനെ നമുക്ക് താല്പര്യമില്ലാത്ത എല്ലാത്തിനും ഏതെങ്കിലും പേര് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് ഒതുക്കാനും ഒഴിവാക്കാനും നടത്തുന്ന ശ്രമം അത് മാനുഷികമായൊരു വിഷയമാണ്. ഇത് അടിസ്ഥാനപരമായി അങ്ങനെ ആക്ഷേപിക്കപ്പെടേണ്ടതോ അകറ്റി നിർത്തപ്പെടേണ്ടതുമായ കാര്യമല്ല. കാരണം ഒരേ ശ്ലൈഹിക പാരമ്പര്യത്തെ നമ്മൾ ആദരവോടെ നോക്കിക്കാണും. നമുക്ക് പൊതുവായുള്ളതിനെ പരസ്പര ആദരവോടെ നോക്കിക്കാണുക, അതാണ് ഈ ഒരു മേഖലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതിനെ അപ്രകാരം ഇവർ കൽദായരാണ് ഞങ്ങളല്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് സഭയിൽ തന്നെ ഭിന്നത ഉണ്ടാക്കുന്നത് അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചിന്തകളാണ്. അതല്ല എങ്കിൽ ഒരുതരം വൈരാഗ്യബുദ്ധിയോടെ പറഞ്ഞു വരുത്തുന്ന വിഷയങ്ങളാണ്. അത്തരം കാര്യങ്ങളെ നിങ്ങൾ യുവജനങ്ങൾ വിവേചിച്ചറിയാനും കഴിഞ്ഞ തലമുറ കാട്ടിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും യുവജനങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ സഭയുടെ ഭാവി ഭദ്രമാവുള്ളൂ. അഭിമന്യ പിതാവ് നൽകിയ ഉത്തരം വ്യക്തമായോ? വ്യക്തമാക്കി നന്ദി പിതാവേ. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് അജിത്ത് സി ആൻഡ്രൂസ്. ഞാൻ കാസർഗോഡ് ഫൊറേനയിലെ പൂനാച്ചി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്തു യഹൂദനാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യഹൂദരും സഭയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് വ്യക്തമാക്കാമോ? യെസ്, എന്തായിരുന്നു പേര് പറഞ്ഞേ? അജിത്ത്. യെസ്, അജിത്ത് യഹൂദരോട് കുറച്ച് താല്പര്യമുള്ള ആളാന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഇസ്രായേൽക്കാരനാകണം. യുദ്ധത്തിൽ ഏത് പക്ഷത്താണ് അജിത്തിൻ്റെ നിലപാട്? പരസ്യമായി പറയണമെന്നില്ല, അജിത്തിനൊരു പക്ഷം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഏതാണെങ്കിലും അജിത്ത് ചോദിച്ചത് യഹൂദരും ക്രൈസ്തവരും തമ്മിലുള്ള ബന്ധം. ഈശോ യഹൂദനാണ്. അജിത്ത് പറഞ്ഞ് വളരെ ശരിയാണ്. യഹൂദരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച് യഹൂദ ആചാരക്രമങ്ങളിൽ വളർന്ന് യഹൂദ ആരാധനാലയത്തിൽ പ്രാർത്ഥിച്ച് യഹൂദനായിട്ട് തന്നെയാണ് ഈശോ ജീവിച്ചതും തൻ്റെ വചനങ്ങളൊക്കെയും യഹൂദ മതഗ്രന്ഥങ്ങളെ ആധാരമാക്കിയാണ് ഈശോ രൂപീകരിച്ചത്. അതുകൊണ്ട് ഈശോയുടെ യഹൂദ തനിമ അതാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല, അത് സത്യമാണ്. പക്ഷേ ഈശോ യഹൂദനായി പിറന്നു, യഹൂദനായി വളർന്നത് യഹൂദ മതത്തിന് വേണ്ടിയല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. മറിച്ച് ഈശോയ്ക്ക് പുതുതായൊരു കാര്യം പറയാനുണ്ട്. ദൈവം സകലരുടെയും പിതാവാണ്. യഹൂദരുടെ മാത്രം പിതാവല്ല ദൈവം. ദൈവം എല്ലാവരുടെയും പിതാവാണ്. യഹൂദർ മാത്രമല്ല ദൈവമക്കൾ.
എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. ഇതാണ് ഈശോയ്ക്ക് പുതുതായി പറയാനുണ്ടായിരുന്ന സന്ദേശം. ആ സന്ദേശത്തെ ഈശോ തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, യഹൂദർ വിശ്വസിച്ചിരുന്നു തങ്ങൾക്ക് ദൈവം നൽകിയ 10 പ്രമാണങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അനുഷ്ഠിച്ച് ജീവിച്ചാൽ നമ്മൾ രക്ഷ പ്രാപിക്കും. അതനുഷ്ഠിക്കാത്തവരെല്ലാം നശിച്ചു പോകും. ഇതാണ് യഹൂദരുടെ കാഴ്ചപ്പാട്. എന്നാൽ ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആർക്കും ദൈവസന്നിധിയിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. യഹൂദര് തങ്ങൾക്ക് രക്ഷകനായ ഒരു മിശിഹ വരും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ വന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ നസ്രായനായ ഈശോയാണ് എന്ന സത്യം മനസ്സിലാക്കാൻ യഹൂദർക്ക് കഴിഞ്ഞില്ല. യഹൂദരിലൂടെ രക്ഷകൻ പിറക്കും എന്നുള്ള ആ ഒരു പ്രവചനങ്ങളെ, പ്രഖ്യാപനങ്ങളെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ യഹൂദർ പരാജയപ്പെട്ടു. അതാണ് യഹൂദരുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ദൈവമയച്ച ഏകരക്ഷകനായ ഈശോ മിശിഹായിൽ തങ്ങളുടെ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ കണ്ടെത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഈ ക്രിസ്തുമതവും യഹൂദമതവും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ദൈവം ത്രിത്വമാണ് എന്ന് യഹൂദർ വിശ്വസിക്കുന്നു. ഈശോ ദൈവപുത്രനാണ് എന്നവർ വിശ്വസിക്കുന്നില്ല. ഈശോ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണ് എന്നവർ വിശ്വസിക്കുന്നില്ല. രക്ഷ പ്രാപിക്കാൻ ഈശോയിലുള്ള വിശ്വാസം അനിവാര്യമാണ് എന്ന് യഹൂദർ കരുതുന്നില്ല. ആ അർത്ഥത്തിൽ ക്രൈസ്തവരും യഹൂദരും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ യഹൂദ മതഗ്രന്ഥമായ പഴയ നിയമം ക്രൈസ്തവർക്കും വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്, അല്ലേ? നമ്മൾ പഴയ നിയമം വിശുദ്ധ ബൈബിളിൻ്റെ ഭാഗമായിട്ടാണ് കരുതുന്നത്. ആ പഴയ നിയമ ഗ്രന്ഥങ്ങളെ നമ്മൾ ആദരവോടെ ദൈവവചനമായി മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ യഹൂദരും ക്രൈസ്തവരും തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട്. കാരണം നമ്മുടെ ഈശോ മിശിഹായുടെ കാലം വരെയുള്ള യഹൂദ ചരിത്രവും ക്രൈസ്തവ ചരിത്രവും പരസ്പരം ഇഴപിരിഞ്ഞ ചരിത്രമാണ്. അതൊന്നു തന്നെയാണ്. ഈശോയെ അംഗീകരിച്ചോ ഇല്ലയോ ആ വിഷയത്തിലാണ് യഹൂദരും ക്രൈസ്തവരും തമ്മിൽ രണ്ടാകുന്നത്. ഈശോയെ രക്ഷകനായി സ്വീകരിച്ചവർ ക്രൈസ്തവരായി, ഈശോ രക്ഷകനല്ല എന്ന് പറഞ്ഞവർ യഹൂദരായി തന്നെ നിലകൊണ്ടു. ഇതാണ് സത്യം. അതുകൊണ്ട് ഇത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്, അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. എന്നാൽ ഇവ തമ്മിൽ ഒട്ടേറെ സാധർമ്മ്യങ്ങളും പാരസ്പര്യങ്ങളും ഉണ്ട് എന്നുള്ളതും സത്യമാണ്. യഹൂദരുടെ അടിസ്ഥാന പ്രമാണമായ 10 കൽപ്പനകളെ ക്രൈസ്തവരും 10 കൽപ്പനകളായി കരുതുകയും ദൈവകൽപ്പനകളായി അനുസരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പൊതുവായ ഒത്തിരി കാര്യങ്ങളുള്ളപ്പോഴും അടിസ്ഥാനപരമായ വ്യത്യാസം ഈ 2 മതങ്ങൾ തമ്മിലുണ്ട്. അത് ഈശോ എന്ന ദൈവപുത്രനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നിടത്താണ് ഈ വ്യത്യാസം. ക്രൈസ്തവനും യഹൂദനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അഭിമന്യ പിതാവ് നമുക്ക് പറഞ്ഞു തന്നത്. ഉത്തരം വ്യക്തമായോ അജിത്ത്? വ്യക്തമായി. നന്ദി പിതാവ് ഉത്തരത്തിന്. വളരെ ലളിതമായ ഉത്തരങ്ങളിലൂടെ നമുക്ക് വിലപ്പെട്ട സന്ദേശങ്ങൾ നൽകിയ അഭിമന്യ പിതാവിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ പഠന ശിബിരം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് പുതിയ ചോദ്യങ്ങളും പുതിയ ഉത്തരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം.